ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഹാനി ഉമർ, ലോകം കണ്ട രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ, ഭയങ്കര മുത്തഖിയും വരിഉം അല്ലാഹുവിനെ ഭയപ്പെടുന്ന വലിയ മഹാനായിരുന്നു. അവരുടെ കാലത്ത് മദീനത്തെ റൗളയിൽ ഒരു ജൂതൻ വന്നിരിക്കാറുണ്ടായിരുന്നു. ഒരു ജൂത മുസ്ലിം, അദ്ദേഹം തലപ്പാവൊക്കെ ധരിച്ച് മുസ്ലിമാണെന്ന് വിചാരിക്കുള്ള ആള് ജൂതനായിരുന്നു. ആൾക്ക് പണിയെന്ന് വെച്ചാൽ അവിടുത്തെ ശരീരം റൗളയിൽ നിന്ന് തുരന്നു കൊണ്ടുപോകാൻ മദീനയിലെ ജൂതന്മാർ 2 തവണ ശ്രമം നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും. അതിൽ ഒന്ന് ഈ പറഞ്ഞതാണ്. റൗള ഷരീഫിന് ഇന്ന് കെട്ടിടമുണ്ട് അല്ലെ? റൗള ഷരീഫിന് കെട്ടുണ്ട് അല്ലെ? മതിലുണ്ട്. റസൂലിന്റെ റൗള കണ്ടിട്ടില്ലേ? പക്ഷെ അതുണ്ടാക്കുന്ന കഥയാണ് ഈ പറയുന്നത്. അന്ന് ആദ്യകാലത്ത് അതില്ല. ഖബർ അങ്ങനെയാണ്. അപ്പുറത്ത് മസ്ജിദാണ്, പള്ളിയൊക്കെ അതിനുള്ളിൽ മണലാണ്. ഒരാൾ വന്ന് റൗളന്റെ അടുത്ത് മുസല്ല വിരിക്കും. അയാളാണ് ആദ്യം വരിക, അയാൾ അവസാനം പള്ളിയിൽ നിന്ന് പോവുക. ജനങ്ങൾ പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇയാൾ അവിടുത്തെ മണ്ണിങ്ങനെ മാന്തി ഒരു കുഴി ഉണ്ടാക്കുക, ഒരു കൈ കൊള്ളുന്നത്ര കുഴി. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ തൊട്ടടുത്ത്. എന്തിന്? ആ ശരീരം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് കിട്ടിയാൽ ബാക്കിയുള്ള തന്റെ ചിങ്കിടിമാർക്ക് അറിയിച്ചു കൊടുക്കണം. എന്നിട്ട് മദീനത്തിൽ നിന്ന് പുറത്തുനിന്ന് തുരന്ന് കൊണ്ടുപോകാൻ അവർക്കറിയാമായിരുന്നു. നമ്മളെ ചില ആൾക്കാർക്ക് വിശ്വാസമില്ലാത്തത്. എന്തൊരു അത്ഭുതം! ജൂതന്മാർക്ക് ഇതറിയുന്നു. ജൂതന്മാർക്കറിയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്തേക്ക് ഒരു ജൂതപ്പെണ്ണൊരിക്കൽ വന്നു. അവർ വളരെ മിസ്കീനത്താണ്, പച്ച പാവപ്പെട്ടൊരു പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവർക്ക് ഉള്ളത് കൊടുത്തപ്പോ അവർ പറഞ്ഞു, ആയിഷ ബീവി, അല്ലാഹു നിങ്ങളെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷിക്കട്ടെ. അപ്പോ ഖബർ ശിക്ഷയെ പറ്റി അന്ന് ചർച്ച വന്നിട്ടില്ല. ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് ആ പെണ്ണ് പറഞ്ഞത് ജൂതന്മാർ പറയുന്ന അവരുടെ ഒരു വെറും വർത്താനാണോ അത് നബിയെ? അല്ല, യാഥാർത്ഥ്യം പറഞ്ഞു. ഹഖ്ഖുൻ യാ ആയിഷ, അത് സത്യമാണ്. ഖബറിൽ ശിക്ഷയുണ്ട്, അവിടെ രക്ഷയുമുണ്ട്. ആയിഷ ആദ്യം കേട്ടത് എവിടുന്ന? ഒരു ജൂതപ്പെണ്ണ് വന്ന് പറഞ്ഞു കൊടുത്തപ്പോഴായിരുന്നു. ആദ്യത്തെ അങ്ങനെ ഒരു വർത്തമാനം നടക്കും. മദീനയിലേക്ക് എത്തിയതിനു ശേഷം ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അവർക്കിതൊക്കെ അറിയാം. നമ്മളെ പോലെ അഹ്ലു കിതാബുകളല്ലേ, കിതാബ് നൽകപ്പെട്ട ആളുകളാണ്. പക്ഷെ അവരെ ഇരുത്തി വേറെ വഴിക്ക് പോയി എന്ന് മാത്രം. കുഴിയെടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് സ്വപ്നം വന്നു. സ്വപ്ന ദർശനമുണ്ടായി. റുഇയ ഹഖ്ഖുൻ, കള്ള സ്വപ്നമല്ല. അത് കള്ള സ്വപ്നം പറയുന്ന നടക്കുന്നക്കാരാണ്. മഹാന്മാരായ ഉലമാ കാണുന്ന റുഇയ സാദിഖ, സത്യസന്ധമായ സ്വപ്നം. എന്താ സ്വപ്നം? യാ ഉമർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ മദീനത്തെ പള്ളിയിൽ എന്റെ ഖബറിന്റെ അരികത്ത് വന്ന് മുസല്ല വിരിച്ചിരിക്കുന്ന മനുഷ്യനെ പിടിക്കണം. അവൻ മുസ്ലിമല്ല, ജൂതനാണ്. അയാൾ ഇരിക്കുന്ന മുസല്ല എടുത്തു മാറ്റിയാൽ അതിന്റെ ഉള്ളിൽ കുഴി കാണും. ഇയാൾ ചെയ്യുന്ന പണി ഇന്നതാണ്. അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അയാൾക്ക് വേണ്ട ശിക്ഷ നിങ്ങൾ കൊടുത്തേക്കണം. ഉടനയച്ചില്ലേ പോലീസിനെ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കയ്യോടെ പിടിച്ചു നോക്കുമ്പോ യാ അല്ലാഹ്, ആഴത്തിൽ കുഴിയായിട്ടുണ്ട്. ഇയാള് പോകുമ്പോ ഒരു കീസയിട്ടാ പോവുക. പള്ളിയിൽ നിന്ന് പോകുമ്പോ വിചാരിച്ചു എന്തല്ല അരിയ ഗോതമ്പൊക്കെ ആയിരിക്കും. നോക്കും മണലായി കൊണ്ടുപോകുന്നത്. അങ്ങനെ ശരീരത്തോടെ എത്താറായപ്പോഴേക്കും പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള സംരക്ഷിക്കപ്പെടണം. റൗള സംരക്ഷിക്കപ്പെടണമെങ്കിൽ റൗളക്ക് ചുറ്റും ബലിഷ്ഠമായ മതിൽ കെട്ടി തറ കെട്ടിയിട്ട് കെട്ടിടം പണിയണം. ഇനി ഒരു ശ്രമം ലോകാവസാനം വരെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ കെട്ടിടം പണിയണം. അങ്ങനെ കെട്ടിടം പണിയാൻ ഇന്നത്തെ റൗള ഷരീഫിന്റെ ആ അടിസ്ഥാന കെട്ടിടത്തിന്റെ തുടക്കം ഈ സംഭവമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സംഭവം. കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തറ കീറണല്ലോ, കുഴി കുഴിക്കണം. ആദ്യമായിട്ടാണ് അങ്ങനെ മസ്ജിദുൻ നബവിയിൽ ഹബീബിന്റെ റൗളക്ക് ചുറ്റും ഒരു കുഴി കുഴിക്കുന്നത്, തറ കെട്ടാൻ വേണ്ടി. ആരാണ് അവിടെ കിടക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തോളിനോട് ചേർന്ന് കിടക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവരുടെ തോളിനോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങളുടെ തോളിനോട് വെച്ച് തല വെച്ച് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഏറ്റവും മുകളിലെ തല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് നോക്കിയാൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. 3 പേരാണല്ലോ ഉള്ളത്, സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു. യാ അല്ലാഹ്, ഒരിക്കൽ മദീനയിലെ സംഭവത്തിലേക്ക് തിരിച്ചു വരാം. മദീനയിലെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരുടെ ഗേറ്റ് കീപ്പർ ആയിരുന്നു.
ബഹുമാനപ്പെട്ടവരിങ്ങനെ ഗേറ്റ് കീപ്പറാണ്. ആരെങ്കിലും ഒരു നബിയെ കടത്തിവിടണോ, ആരാണ് ചോദിക്കുമോ ഇന്നാളെ വിട്ടേക്കെന്ന് പറയും. അങ്ങനെ ആളുകളെ കടത്തിവിടുന്ന ബവ്വാബ് റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ ഗേറ്റ് കീപ്പറായിട്ട് ഞാൻ നിന്ന കഥ എന്ന് പറഞ്ഞ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ പറഞ്ഞു ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു തോട്ടത്തിലെ അരുവിന്റെ ഒരു കിണറാണെന്നും ഹദീസിലുണ്ട്. അതിലേക്ക് കാലിട്ട് ഒരൽപ്പം വെള്ളത്തിലേക്ക് കാല് വെച്ച് ഞങ്ങൾ വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ചില പ്രത്യേക അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. നബിയെ ശ്രദ്ധിക്കുന്നവർ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? കടത്തിവിട്ടേക്ക് ബശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ബശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്, വബശിർഹു ബിൽ ജന്ന, കടത്തിവിട്ടേക്കും സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിടത്തേക്കെന്ന് പറഞ്ഞു. എന്താണ് അതൊക്കെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു, വബശിർഹു ബിൽ ജന്ന ഫീ ബലിയത്തിൻ തുസീബുഹു, ഒരു പ്രയാസം വരാൻ പോകുന്നുണ്ട് അവർക്ക്, പക്ഷേ അള്ളാഹു അതിന്റെ പിറകെ അവർക്ക് സ്വർഗം കൊടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞേക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും നിഷ്ഠൂരമായി വധിക്കപ്പെട്ട അവസ്ഥയിലാണ് വഫാത്താകുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയല്ലേ, നബി ഞങ്ങളത് പറയാണ്, ഫീ ബലിയത്തിൻ തുസീബു, വലിയൊരു പ്രയാസം വരാനുണ്ട് അവർക്ക്, പക്ഷേ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടേക്ക് അലി റളിയല്ലാഹു അൻഹു വന്നു. 4 പേരിങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ ഹബീബ് ഏറ്റവും അടുത്ത കൂട്ടുകാർ, അവരോട് ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയില്ല. അടുത്ത ആൾക്കാരാകുമ്പോ സിദ്ദീഖ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ സിദ്ദീഖ്, യാ സിദ്ദീഖ്, നമുക്ക് ഉപകാരം ചെയ്തു തന്ന എത്രയോ ആളുകൾ, അവർക്കൊക്കെ തിരിച്ചു നാം ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരം ലാ യുകാഫിഉക ബിഹാ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാർക്കും നിങ്ങൾ ചെയ്തതിന് പകരം തരാൻ കഴിയില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, തആല യാ ഉമർ, ഉമറേ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ അടുത്ത് വന്നിരുന്നു. എന്താണ് രംഗമൊക്കെ അല്ലെ? സിദ്ദീഖ് തങ്ങൾ നബി തങ്ങൾ 2 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. യാ ഉമർ കുന്ത ശദീദൻ അലൈനാ, ഉമറേ നിങ്ങൾ നമ്മളോട് വല്ലാതെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. എന്താണ്? അന്ന് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുന്നത്? അന്ന് കൊല്ലാൻ വേണ്ടി പോകുമ്പോഴല്ലേ? ചരിത്രങ്ങൾക്കറിയാം. കുന്ത ശദീദൻ അലൈനാ ഫമന്നല്ലാഹു അലൈക ബിൽ ഹിദായ, നിങ്ങൾ നമ്മളോട് വല്ലാതെ ദേഷ്യമുള്ള ആളായിരുന്നല്ലേ ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്ന് അനുഗ്രഹിച്ചില്ലേ ഉമറേ? അടുത്ത് വന്നിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിരുന്നു. ഉസ്മാൻ, എന്റെ 2 മക്കളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, റുഖയ്യയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ. 2 പേരും മരിച്ചു, 2 പേരും വഫാത്തായി. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ വർത്താനുണ്ടായിരുന്നു, അള്ളാന്റെ റസൂലിന്റെ 2 കുട്ടികളെ കെട്ടിച്ചെടുത്തിട്ട് 2 മരിച്ചല്ലേ. ആൾക്കാരിങ്ങനെ പറയില്ലേ, പിന്നെ ആരെയും കെട്ടിച്ചെടുക്കും അവർക്ക്? സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കുകളൊക്കെ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾക്കറിയാം. യാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ, എന്റെ റുഖയ്യ ഉമ്മു കുൽസൂമിനെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചിരുന്നു. വലൗ കാനത് ലീ ബിൻതുൻ, എനിക്ക് വേറെ ഒരു മോളുണ്ടായിരുന്നുവെങ്കിൽ മാ സവ്വജഹാ ഇല്ലാ ഇയ്യാക്, എന്റെ ആ മോളെയും നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരുമായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തർക്കും ആ സന്തോഷം കിട്ടുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലി, യാ അലി, അല്ലയോ അലി എന്നവരെ, എന്റെ മോൾ ഫാത്തിമാക്ക് നിങ്ങളാണ് യോജിച്ച പുതയാപ്പിളയെന്ന് അള്ളാഹുവാണ് എന്നെ അറിയിച്ചത്. അലിയെ, ലൗലം തുഖ്ലഖ്, നിങ്ങളെ അള്ളാഹു പടച്ചില്ലായിരുന്നുവെങ്കിൽ മാ വജദ്തു കുഫ്അൻ ലിബിൻതി, എന്റെ മോൾക്ക് യോജിച്ചൊരു പുതയാപ്പിളയെ എനിക്ക് കിട്ടില്ലായിരുന്നു അലിയെ. യാ അല്ലാഹ് ഒക്കെ പറഞ്ഞിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന 2 പേർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹകദാ യദ്ഖുലു സലാസത്തുൽ ജന്ന, ഇങ്ങനെയാണ് നമ്മൾ 3 പേരും സ്വർഗ്ഗത്തിൽ കടക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കിടക്കുന്നത് എല്ലാവരും സ്വർഗ്ഗത്തിലാണ്. സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളിൽ തോൾ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെയാ സ്വർഗ്ഗത്തേക്ക് പോയി കിടക്കുക. ആ കിടത്തം റൗദയിൽ കിടക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് തങ്ങളും. അതൊക്കെ ഭയങ്കര ദീർഘദൃഷ്ടിയല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് കെഞ്ചി ചോദിച്ചതാ, എനിക്ക് കുറച്ച് സ്ഥലം തരും അവിടെ കിടക്കാൻ, ഞാൻ മരിച്ച എന്നെ അവിടെ മറവ് ചെയ്യണട്ടോ എന്റെ ഹബീബിന്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കിടക്കുന്ന റൗദയാണ്. യാ അല്ലാഹ്,
കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൗളയുടെ ചുറ്റും. കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് വലിയ താബിഈങ്ങളിലെ പ്രമുഖന്മാർ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കം 100ഓളം സ്വഹാബികൾ ജീവിച്ചിരിപ്പുള്ള കാലമാണത്. താബിഈങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇല്ല. ഉഹദിലെ സംഭവം നടക്കുമ്പോൾ 100ഓളം സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഈ സംഭവത്തിൽ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അഫ്ദലു താബിഈൻ, താബിഈങ്ങളിലെ വളരെ പ്രധാനിയായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആണ് അവിടെ മദീനയിൽ വന്നിട്ടുള്ളത്. മറ്റു താബിഈങ്ങളെ ബാക്കിയുള്ളൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലല്ലേ. കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ കുഴിയിൽ കാണുന്നു രക്തം, ചോര കാണുന്നു. കുഴിച്ചുകൊണ്ടിരിക്കുക, മൺവെട്ടി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കളച്ചിരിക്കുകയാണ്. ചോര വന്നു, ഉടനെ തന്നെ ജോലി നിർത്തിവെച്ചു. യാ അല്ലാഹ്, റൗദ ശരീഫിൽ കുഴിച്ചപ്പയിൽ ചോര കാണുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണം? അങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർ അവിടത്തേക്ക് വന്നു. ബഹുമാനപ്പെട്ടവർ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ മണ്ണിങ്ങനെ മാന്തി നോക്കിയിട്ട് കാലിങ്ങനെ നോക്കുമ്പോ ഒരാളുടെ കാലാണ് കാണുന്നത്. യാ അല്ലാഹ്, ആ കാല് ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണെന്ന് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ സാക്ഷി പറഞ്ഞു. എന്താ സംഭവിച്ചത്? കുത്തിയ കൂട്ടത്തിൽ അറിയാതെ മൺവെട്ടി തട്ടിപ്പോയി. തട്ടിയതും ചോര വരും. എപ്പോ? എത്ര കൊല്ലങ്ങൾക്ക് ശേഷം? 10, 70, 80 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.